Hello dear students, Axonus Learning പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു, നോട്ട്സ് ഒക്കെ തയ്യാറാക്കി വളരെ കൃത്യമായിട്ട് പഠിക്കുകയാണ് എന്നാണ് വിചാരിക്കുന്നത് അല്ലേ? അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അതെ. അപ്പോൾ നിങ്ങൾ നമ്മുടെ 2025 ഏപ്രിൽ ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ 10 ക്ലാസ്സുകൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു, വളരെ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഡൗട്ടും ഇല്ല, എല്ലാവർക്കും വളരെ ഓക്കെ ആണ്. ക്ലാസ്സുകളൊക്കെ ഒന്നും കൂടി നിങ്ങൾ പഠിക്കാൻ തുടങ്ങി, നോട്ട്സൊക്കെ തയ്യാറാക്കി ഒന്നുകൂടി പഠിക്കാൻ തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത 11 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്ന് വായിച്ചേ എല്ലാവരും. ഉതുപ്പാൻ്റെ കിണറിനെ കുറിച്ച് ഇപ്പോഴും മറക്കാത്തവർ ആരാണ്? ആരാണ് ഉതുപ്പാൻ്റെ കിണറിനെ കുറിച്ച് ഇപ്പോഴും മറക്കാത്തവർ? ഉതുപ്പാൻ്റെ കിണർ എന്ന് പറയുന്ന നമ്മുടെ വളരെ നമുക്ക് വായിക്കുന്ന സമയത്ത് അല്ലേ ഓരോരുത്തർക്കും സ്വന്തം മനസ്സിനെ, സ്വന്തം ഹൃദയത്തെ കണ്ണീര് അണിയിപ്പിക്കുന്ന ഒരു രചനയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അല്ല, നിങ്ങൾക്കും അങ്ങനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മുടെ ഉതുപ്പാൻ്റെ കിണർ എന്ന് പറയുന്ന കൃതി അല്ലേ, കാരൂരിൻ്റെ വളരെ വളരെ മനോഹരമായ അല്ലെ ഹൃദയസ്പർശിയായ കൃതിയാണ് ഏത്? ഉതുപ്പാൻ്റെ കിണർ എന്ന് പറയുന്നത് അല്ലേ, കാരൂർ നീലകണ്ഠപിള്ളയുടെ കൃതിയാണ്. അപ്പം ഇവിടെ എന്താണ് നമുക്കറിയാം, നമ്മുടെ യൂണിറ്റിലേക്ക് അടക്കുന്ന സമയത്ത് ഓപ്ഷൻസൊക്കെ ഒന്ന് ആദ്യം നോക്കിയാലോ. വെള്ളം കോരി കുടിച്ച വീട്ടമ്മമാർ അല്ലേ, നമ്മൾ യൂണിറ്റിൽ പറയുന്നുണ്ട് വെള്ളം കോരി കുടിച്ച വീട്ടമ്മമാർ. മറക്കുന്നുണ്ടോ? ഉതുപ്പാനെ മറക്കുന്നുണ്ടോ? ഉതുപ്പാൻ്റെ കിണറിനെ മറക്കുന്നുണ്ടോ? അല്ലേ, മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. വാഹനം കഴുകുന്നവർ, അങ്ങനെ ഒരു വാഹനം കഴുകുന്നവരെ കുറിച്ച് നമ്മുടെ യൂണിറ്റിൽ പറയുന്നുണ്ടോ? അതില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇവിടെ എവിക്റ്റ് ചെയ്യാം. കിണറ്റിൽ കല്ലിട്ട് കളിക്കുന്ന കുട്ടികൾ, കന്നുകാലികളെ കുളിപ്പിക്കുന്ന നാട്ടുകാർ, ഇതുമല്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. അതെ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് വളരെ കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും. ഏതാണ്? കിണറ്റിൽ കല്ലിട്ട് കളിക്കുന്ന കുട്ടികളാണ്. എന്തുകൊണ്ടായിരിക്കും? എന്താണ് നമ്മുടെ ഉതുപ്പാൻ്റെ കിണർ എന്ന് പറയുന്ന യൂണിറ്റിൽ പറയുന്നത്? എന്താണ്? ഒന്ന് ഓർത്ത് നോക്കിയേ അല്ലേ, സ്വന്തമായിട്ട് പണിയെടുത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസ കൊണ്ട് ഉതുപ്പാൻ എന്ത് ചെയ്തു? സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങി അതിൽ കുഴി കുത്തി കിണർ കുഴിച്ചു അല്ലേ. അല്ലേ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് ജീവിതത്തിലൊരു കാര്യം ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഒരു ആവേശം നമ്മുടെ ഉതുപ്പാന് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സ്വന്തമായിട്ടാണ് കിണർ കുഴിച്ചു തുടങ്ങിയത്. പിന്നെ ഒരു സഹായിയെ കൂടി നിർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങനെ ഒരുപാട് നമ്മുടെ കിണറിനെ കുറിച്ചൊക്കെ വളരെ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് അല്ലേ. വെള്ളം കണ്ടപ്പോഴും ഒക്കെ നമ്മുടെ ഉതുപ്പാനുണ്ടായ ആ ഒരു സന്തോഷം, കൂടാതെ ഉതുപ്പാൻ ആ കിണറിനെ അല്ലേ അതിനൊരു ചുറ്റുമതിലൊക്കെ വെച്ച് കെട്ടി അല്ലേ ഇരിക്കാനുള്ള ആ ഒരു സ്ഥലമൊക്കെ നിർമ്മിച്ച് വളരെ ക്ലീനായിട്ട് കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അല്ലേ നാട്ടിലെല്ലാവർക്കും ഒരു അനുഗ്രഹം തന്നെയായിരുന്നു അല്ലേ. പലർക്കും പലതരത്തിൽ ഉപകാരപ്പെടുന്നുണ്ടായിരുന്നു നമ്മുടെ കിണർ എന്ന് പറയുമ്പോൾ, ഉതുപ്പാൻ്റെ കിണർ എന്ന് പറയുന്നതാണ് അല്ലേ. പക്ഷേ നമ്മുടെ കാലം മാറി, കഥ മാറി, നാടാകെ മാറി അല്ലേ. നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ പാരമ്പര്യങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ പാരമ്പര്യമായ പല കഥകളും അല്ലേ, പാരമ്പര്യമായ പല ആവശ്യങ്ങളും അതിനെയൊക്കെ ത്യജിച്ചുകൊണ്ടുള്ള ഒരു പുരോഗമനം നമുക്ക് ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമ്മുടെ കഥയിൽ പറയുന്നുണ്ട് അല്ലേ, ഒരു ജലസേചന സൗകര്യം ഒരുക്കുകയാണ്. അപ്പോൾ കുഴൽ വെള്ളം വഴി എല്ലാ വീടുകളിലേക്കും ജലം എത്തിക്കുന്ന ഒരു പരിപാടി നമ്മുടെ ഗവൺമെൻറ് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പാരമ്പര്യ ജലസ്രോതസ്സുകളൊക്കെ മണ്ണിട്ട് മൂടാൻ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉതുപ്പാൻ്റെ കിണർ അല്ലേ, കുറേ വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു ജനതയ്ക്ക് നാട്ടുകാർക്ക് മുഴുവൻ ആശ്വാസമായിരുന്ന ഒരു കിണർ എന്ത് ചെയ്യണം അല്ലേ, മണ്ണിട്ട് മൂടാൻ പറഞ്ഞു. എന്തുകൊണ്ടെന്നാ പറഞ്ഞത് അല്ലേ? അതിനെ മണ്ണിട്ട് മൂടിയിട്ടില്ലെങ്കിൽ കൊതുകൊക്കെ കിടന്ന് പെരുകി സംഭവം ആകെ അലങ്കോലമാകുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ പാരമ്പര്യമായ ജലസ്രോതസ്സുകളൊക്കെ നശിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ. പക്ഷേ നമ്മുടെ ഈ നാടും ഗവൺമെൻറ്റും ഒക്കെ നമ്മുടെ ഉതുപ്പാന് എതിരായിട്ടാണ് നിന്നത്.
അല്ലെ, അവസാനം ആ കിണറിൽ ചാടി ജീവൻ ഒടുക്കേണ്ട അവസ്ഥ വരെ നമ്മുടെ ഉതുപ്പാന വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കുഴൽവെള്ളം എല്ലാ വീടുകളിലേക്ക് എത്തിയ സമയത്ത് എല്ലാവരും ഉതുപ്പാന മറന്നു. പക്ഷേ കുറച്ച് പേര് മാത്രം മറന്നില്ല. ആരായിരുന്നു? നമ്മുടെ കിണറ്റിൽ കല്ലിട്ട് കളിക്കുന്ന കുട്ടികൾ മറന്നില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. കുട്ടികൾക്കിത് രസമാണ് അല്ലേ. നമ്മളായാലും ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. ഒരു കിണർ കാണുമ്പോൾ അല്ലെങ്കിൽ കിണറ്റിൽ കുറച്ച് വെള്ളം കാണുമ്പോൾ കല്ലെടുത്തുകൊണ്ട് അതിൽ ഇട്ടിട്ട് അല്ലെ ഓളങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടി നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും മറന്നു അല്ലേ. കിണറിന് എല്ലാവരും മറന്നു. ഉപ്പാൻ്റെ കിണർ, ഉപ്പാന് ഭ്രാന്താണ് എന്ന് വരെ പറഞ്ഞ വ്യക്തികളുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ കിണറ്റിൽ കല്ലിട്ട് കളിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഒരു കളിയുടെ ഭാഗമായിട്ട് അവർ ചെയ്തു പോകുന്നതായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ കുട്ടികൾ മാത്രമാണ് നമ്മുടെ ഉതുപ്പാൻ്റെ കിണർവക്കത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും അവർ നാട്ടുകാരും ഗവൺമെൻറ് വരെ ഉതുപ്പാന് എതിരായിരുന്നു. ആ സമയത്ത് ഉതുപ്പാനെ ഓർത്തിരുന്നത് നമ്മുടെ കുട്ടികൾ മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെയാണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. കടൽ തീരത്ത് എന്ന കഥയിലെ ജമീൽ പാറാവുകാരൻ്റെ ഭാവമാറ്റത്തിന് നിമിത്തമായത് എന്തായിരിക്കും അല്ലേ. ഇവിടെ കടൽ തീരത്ത് എന്ന് പറയുന്ന കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒ വി വിജയൻ്റെ വളരെ മനോഹരമായിട്ടുള്ള കടൽ തീരത്ത് എന്ന് പറയുന്ന കഥയിലൂടെ ഒരു നാടിൻ്റെ മുഴുവൻ ഒരു വിശേഷണവും ഒക്കെ ഒത്തിണങ്ങിയ ആ ഒരു ഭാവവും സങ്കടവും ഒക്കെ നമ്മുടെ ഹൃദയത്തെ നനയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കഥ തന്നെയാണ് അല്ലേ. നിങ്ങളിത് വായിച്ചിട്ടുണ്ടായിരിക്കും. വെള്ളായപ്പന് എങ്ങോട്ടാണ് പോകുന്നത് അല്ലേ. കണ്ണൂർ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന സ്വന്തം ചോരയെ, സ്വന്തം മകനെ കാണാനാണ് പോകുന്നത് അല്ലേ. കൂടെ ആരുകൂടി ഉണ്ട്? വെള്ളായപ്പൻ്റെ കൂടെ ആരാ ഉള്ളത്? ആരെങ്കിലും ഉണ്ടോ? വീട്ടുകാരുണ്ടോ? ഇല്ല. നാട്ടുകാരുണ്ടോ? ആരുമില്ല. പക്ഷേ പൊതിച്ചോറ് അല്ലേ, ഭാര്യ കെട്ടിക്കൊടുത്ത പൊതിച്ചോറുമായിട്ടാണ് സെൻട്രൽ ജയിലിലേക്ക്, കണ്ണൂർ ജയിലിലേക്ക് നമ്മുടെ വെള്ളായപ്പൻ പോകുന്നത്. അപ്പോൾ വെള്ളായപ്പൻ്റെ ആ ഒരു ഇറങ്ങുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നമ്മുടെ കഥ ആരംഭിക്കുന്ന സമയത്ത് അല്ലേ, ആ ഒരു ഗ്രാമം മുഴുവൻ, ആ ഒരു വീട്ടുകാർ മുഴുവൻ വെള്ളായപ്പൻ്റെ ആ ഒരു മകനെ കാണാൻ പോവുകയാണല്ലോ. മകൻ ഇവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെ ഓർത്ത് നാട് മുഴുവൻ സങ്കടപ്പെടുകയാണ്, കരയുകയാണ് ചെയ്യുന്നത് അല്ലേ. അതിലെ ഓരോ വാക്കും അല്ലേ, വെള്ളായപ്പ എന്നുള്ള ഓരോ വിളിയും, ആ നാടിൻ്റെ ഓരോ വിളിയും നമുക്ക് കേൾക്കാനാവും. അപ്പം ഇവിടെ നമ്മുടെ വെള്ളായപ്പൻ അങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയതിന് ശേഷം പാറാവുകാരൻ അവിടെ ഉണ്ട്. അപ്പോൾ ആദ്യമൊക്കെ വെള്ളായപ്പനെ കണ്ട സമയത്ത് ഇത്ര നേരത്തെ ജയിലിലേക്ക് എത്തിയ ആളെ കണ്ടിട്ട് ഭയങ്കര കർക്കശക്കാരനായിട്ടാണ് പെരുമാറുന്നത് അല്ലേ. അവരുടെ ഒരു ജോലിയുടെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയാണ് നമ്മുടെ വെള്ളായപ്പനോടും അയാൾ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ വെള്ളായപ്പൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ, ഒരു ഷീറ്റ് കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് നമ്മുടെ പാറാവുകാരന് മനസ്സിലായത്. എന്ത് മനസ്സിലായത്? നമ്മുടെ ഇന്ന് നാളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന മോൻ്റെ ആളുടെ അപ്പനാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മുടെ പാറാവുകാരൻ്റെ ഭാവമാറ്റത്തിന് കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് നോക്കിയേ. മരണക്കുറിപ്പ് കണ്ടത്, അവസാന കത്ത് കണ്ടത്, വെള്ളായപ്പൻ്റെ കണ്ണുനീര്. എന്താണ്? വെള്ളായപ്പൻ്റെ കയ്യിൽ പൊതിച്ചോറ് കണ്ടിട്ട്. വെള്ളായപ്പൻ്റെ കയ്യിൽ പൊതിച്ചോറ് കൊണ്ടിട്ടായിരിക്കുമോ മക്കളെ? ആയിരിക്കുമോ? അല്ല അല്ലേ. പൊതിച്ചോറ് കണ്ടിട്ട് നമ്മുടെ ഭാവമാറ്റത്തിന് കാരണം എന്ന് പറയുന്നതല്ല അല്ലേ. വെള്ളായപ്പൻ്റെ കണ്ണുനീര് കണ്ടിട്ടും അല്ലേ, ആദ്യമേ കണ്ണുനീര് കണ്ടു, ആകെ ഭയങ്കര ക്ഷീണിച്ച അവശനായിട്ടുള്ള വ്യക്തിയാണ്. എന്നിട്ട് പോലും ഭയങ്കര കർക്കശക്കാരനായിട്ടായിരുന്നു നമ്മുടെ പാറാവുകാരൻ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതുമല്ല നമ്മുടെ ആൻസർ. അവസാന കത്ത് കണ്ടിട്ടുമല്ല. അപ്പോൾ ഇതൊരു മരണക്കുറിപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നമ്മുടെ പാറാവുകാരൻ ഭയങ്കര അയാളുടെ ഭാവം മാറിയതിനുള്ള കാരണം. എന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെയൊക്കെയായിരുന്നു ഇവിടെ ഇരുന്നോളൂ, കാർന്നവരോട് ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പിന്നീട് നമ്മുടെ പാറാവുകാരൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, പിന്നെ നമ്മുടെ വെള്ളായപ്പനും മകനും തമ്മിൽ ജയിലിൽ വെച്ച് കാണുന്ന ആ ഒരു സന്ദർഭമൊക്കെ ഉണ്ട് അല്ലേ.
അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് വായിക്കുക. ഓരോ വരികളും വായിക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ്, ഏത് യൂണിറ്റിൽ നിന്നാണെന്നൊക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സാഹിത്യ ആസ്വാദനത്തിലും വിശകലനത്തിനും പ്രാധാന്യമുള്ള ഏതിനെന്നാണ് ലേഖകൻ്റെ അഭിപ്രായം? എന്താണ്? സാഹിത്യ ആസ്വാദനത്തിനും വിശകലനത്തിനും പ്രാധാന്യമുള്ള ഏതിനെന്നാണ് ലേഖകൻ്റെ പ്രാധാന്യമുള്ളത് ഏതിനെന്നാണ് നമ്മുടെ ലേഖകൻ്റെ അഭിപ്രായം എന്നാണ് അല്ലേ? ഇതൊരു വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. നമ്മുടെ സാഹിത്യ വിമർശനം എന്ന് പറയുന്ന ഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നാണ് നമ്മുടെ ലേഖകൻ്റെ അഭിപ്രായമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാർദ്ധക്യത്തിലെ അവശതകളും അവിവേകങ്ങളും പ്രമേയമായ കഥയാണ്. ഏതാണ്? ഇതേതായിരിക്കും ഒന്ന് പറഞ്ഞേ, ഏതായിരിക്കും എന്ന് പറഞ്ഞേ? വാർദ്ധക്യത്തിലെ അവശതകളും അവിവേകങ്ങളും പ്രമേയമായ കഥയാണ്. ഏത്? നമ്മുടെ പൊന്നൊരുക്കുകയാണ് എന്ന് പറയുന്ന കഥ നമുക്ക് പഠിക്കാനുണ്ടോ? അല്ല. അപ്പോൾ നമുക്ക് പൊന്നൊരുക്കുകയാണ് എന്ന് പറയുന്ന കഥയിൽ നിന്ന് ഒരിക്കലും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതല്ല അല്ലേ? അപ്പോൾ ആ ഒരു കഥയല്ല എന്നുള്ളത് നമുക്ക് ഓർക്കാം. ഉതുപ്പാൻ്റെ കിണർ. ഉതുപ്പാൻ്റെ കിണർ എന്ന് പറയുന്ന കഥയിലൂടെ അവതരിപ്പിക്കുന്നത് വാർദ്ധക്യത്തിലെ കുറിച്ചല്ല, അവശതകളെ കുറിച്ചും അവിവേകങ്ങളെ കുറിച്ചും അല്ല പറയുന്നത്, അല്ലല്ലോ? അടുത്തത് കടൽ തീരത്ത് എന്ന് പറയുന്ന കഥയിൽ നിന്നുമാണ്. കടൽ തീരത്ത് എന്ന് പറയുന്ന കഥയിൽ വാർദ്ധക്യത്തിലെ അവശതകൾ നമ്മുടെ വെള്ളായപ്പനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? പക്ഷേ ഒരിക്കലും അതല്ല, കടൽ തീരത്ത് എന്ന് പറയുന്നതുമല്ല. അപ്പോൾ നമുക്കറിയാം കർണപർവം എന്ന് പറയുന്ന കഥയിലാണ് അല്ലേ? കർണപർവം എന്ന് പറയുന്ന കഥയാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. കർണപർവം എന്ന് പറയുന്ന കഥ നമുക്കറിയാം അല്ലേ? സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു നാടക ജീവിതവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതം അല്ലെ, ആ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടവും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു കഥയാണ്. ചെറുപ്പത്തിൽ ഭാര്യ മരിച്ചു, മക്കൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ത്യജിച്ച വ്യക്തിയാണ് ആര്? സെബാസ്റ്റ്യൻ. പക്ഷേ മക്കൾക്ക് വേണ്ടിയിട്ട് വേറെ കല്യാണം കഴിക്കാനൊക്കെ അല്ലേ, കുട്ടികളെ നോക്കാനെങ്കിലും വേറെ കല്യാണം കഴിക്കണമെന്ന് കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞിട്ടും മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം അങ്ങനെ വേറൊരു കല്യാണം ഒന്നും കഴിക്കാതെ സ്വന്തം മക്കളെ നോക്കുകയാണ് ആര് ചെയ്തിട്ടുണ്ടായിരുന്നത്? സെബാസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കർണപർവം എന്ന് പറയുന്ന കഥയിലൂടെ അല്ലേ, ഒരു കർണപർവം എന്ന പേര് തന്നെ വരാനുള്ള കാരണം നിങ്ങൾക്കറിയാം അല്ലേ? കർണൻ്റെ വേഷം വളരെ ഭംഗിയായിട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആര്? സെബാസ്റ്റ്യൻ. അതിലൂടെയാണ് കർണൻ സെബാസ്റ്റ്യൻ എന്ന പേര് നമ്മുടെ കർണപർവം എന്ന് പറയുന്ന കഥയിലെ കഥാപാത്രത്തിന് കിട്ടിയത്. അതുകൊണ്ടാണ് കർണപർവം എന്നുള്ള പേര് എന്നെ ഈ ഒരു കഥയ്ക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിലെ അവസാന കാലത്ത് ഈ ഒരു നാടകം തന്നെ ജീവിതഭ്രമമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് അല്ലേ? മക്കൾക്ക് അച്ഛൻ ഈ ഒരു നാടകം ഒരു അപകടമൊക്കെ പറ്റി ആ സമയത്തൊക്കെ മക്കൾ വളരെ കൃത്യമായിട്ട് നോക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതൊരു നാടകം തലക്കി പിടിച്ച് ആകെ ഭ്രാന്തായി മാറിയൊരവസ്ഥ സെബാസ്റ്റ്യന് വന്നു. അപ്പോൾ ഈ ഒരു വാർദ്ധക്യത്തിൻ്റെ അവശതകളും നാട്ടുകാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അല്ലേ, റോഡിലേക്കൊക്കെ കവലയിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ട് വാളും പരിചയമൊക്കെ എടുത്ത് ഇറങ്ങി ചെന്ന നാടകത്തിലെ രംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിയാം അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിൽ വാർദ്ധക്യത്തിലെ അവശതകൾ പ്രമേയമാവുന്ന കഥ കർണപർവമാണ്. ഇതിൻ്റെ അവസാനത്ത് ഈ ഒരു സെബാസ്റ്റ്യനെ നോക്കാൻ പറ്റാത്ത നമ്മുടെ മക്കൾ തന്നെ സെബാസ്റ്റ്യനെ കൊണ്ടുപോയി തള്ളുന്ന ഒരവസ്ഥയുണ്ട് അല്ലേ? ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ചെന്ന് ആ ഒരു അവസ്ഥ നിങ്ങൾ ഒരു ബോട്ടിൽ കയറ്റി വിടുന്ന ആ സന്ദർഭമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വാർദ്ധക്യത്തിലെ അവശതകളാണ്, വാർദ്ധക്യത്തിലെ അവിവേകങ്ങളുമാണ് കർണപർവം എന്ന് പറയുന്ന കഥയിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? പുന്നല്ലരി ചോറിൻ്റെ ഗന്ധമുള്ളത് എന്തിനായിരുന്നു?
പുന്നലരിച്ചോറിൻ്റെ ഗന്ധമുള്ളത് എന്തിനായിരുന്നു കുട്ടികളെ എന്ന് പറഞ്ഞേ? നമുക്കറിയാം, ഓണസദ്യക്കാണോ? ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഓണസദ്യ, കോളാമ്പിപ്പൂവിന്, കണ്ണാന്തളിപ്പൂവിന്, കുങ്കുമപ്പൂവിന് അല്ലേ? ഇതിൽ നമുക്ക് അറിയാവുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ഈ ഒരു ഓപ്ഷൻസിൽ തന്നെ നമുക്കറിയാവുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതേതാണ്? അതെ, നമുക്കറിയാവുന്ന ഒരു യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാ കണ്ണാന്തളിപ്പൂവാണ് നമുക്കറിയാവുന്ന ഒരു യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴേ നമുക്ക് ആൻസർ കിട്ടി, നമുക്കൊരു മാർക്ക് കിട്ടി അല്ലേ? അതെ. അപ്പോൾ ഒന്ന് നോക്കിയേ, ഇവിടെ പുന്നല്ലരിച്ചോറിൻ്റെ ഗന്ധമുള്ളത് എന്തിനായിരുന്നു അല്ലേ? നമ്മുടെ MTയുടെ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന് പറയുന്ന കഥയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഭാഗമാണിത്. അതിൽ എന്ത് പറയുന്നുണ്ട്? കണ്ണാന്തളിപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തിൻ്റെ പുറത്ത് നമ്മുടെ ഒരു നാടിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതവും അവിടെ എന്നും നെല്ല് വിളയുന്നതും ഒക്കെ നമ്മുടെ കഥാകൃത്ത് പറയുന്നുണ്ട് അല്ലേ? ചെറിയമ്മാവിനെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ? അമ്മയുടെ ഒരു ചെറിയമ്മാവിനെ കുറിച്ചുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? അതെ. അപ്പോൾ ചെറിയമ്മാവിനെ കുറിച്ച് പറയുന്നതും, അപ്പോൾ അവിടെ നമ്മുടെ ആ ഒരു ഭാഗത്ത് ഭയങ്കര സമൃദ്ധമായിരുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ നെല്ല് വിളയുന്ന ആ ഒരു ഭാഗത്തിൻ്റെ നമ്മുടെ ആ വയലിൻ്റെ അടുത്ത് തന്നെ എന്തുണ്ട്? ആ ഒരു ഗ്രാമം ഫുള്ള് വിടർന്നു നിൽക്കുന്ന കണ്ണാന്തളിപ്പൂക്കളുണ്ട്. അപ്പോൾ അവിടെ വിളയുന്ന നമ്മുടെ പുന്നല്ലരിച്ചോറിന് ഈ കണ്ണാന്തളിപ്പൂക്കളുടെ ഗന്ധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? ആ തൊടിയിൽ വിടരുന്ന പൂക്കളുടെ ഗന്ധം പുന്നല്ലരിച്ചോറിനും ഉണ്ടായിരുന്നു. കാലം മാറി, കഥ മാറി, നാളുകൾ കഴിഞ്ഞു, നമ്മുടെ കണ്ണാന്തളിപ്പൂക്കളൊക്കെ വംശമറ്റുപോയി. അപ്പോൾ പുന്നല്ലരിച്ചോറ് അല്ലേ, ചോറിന് മാത്രം ആ ഒരു പഴയ ഗന്ധം ഇല്ല, നമ്മുടെ കണ്ണാന്തളിപ്പൂക്കളുടെ ഗന്ധം ഇല്ല എന്ന് പറയുന്ന അവസ്ഥ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ കണ്ണാന്തളിപ്പൂക്കൾ എന്ന് പറയുന്ന പൂക്കളുടെ കാലം എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് MT വാസുദേവനാരുടെ ആ ഒരു യൂണിറ്റ് MT കഥയൊന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്നും കൂടി വായിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കിട്ടും അല്ലേ? അപ്പോൾ കണ്ണാന്തളിപ്പൂവിനെ കുറിച്ചും നമ്മുടെ നാടിന് വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും നമ്മുടെ ചെടികൾക്കും നമ്മുടെ തൊടികളിൽ വളരുന്ന ഓരോ ചെടികൾക്കും ഒക്കെ വന്നിട്ടുള്ള നമ്മുടെ പാരമ്പര്യമായ ആ ഒരു അല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെയാണ് ഈ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന് പറയുന്ന യൂണിറ്റിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, പാശ്ചാത്യ ലോകത്തിൻ്റെ സാംസ്കാരിക പ്രഭാവം എവിടെ നിന്നായിരുന്നു? എന്താണ് പറയുന്നത്? പാശ്ചാത്യ ലോകത്തിൻ്റെ സാംസ്കാരിക പ്രഭാവം എവിടെ നിന്നായിരുന്നു? ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്കറിയാം ഇതൊരു ഏത് യൂണിറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതെ, MP പോളിൻ്റെ കലയും കാലവും എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കല, ആ കലയ്ക്ക് ആ കാലവുമായുള്ള ബന്ധം എപ്രകാരമായിരുന്നു അല്ലേ? നമ്മുടെ കലകളുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ തുടക്കം എവിടെ നിന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ അറിവ് തരുന്ന ഒരു ലേഖനമാണ് MP പോളിൻ്റെ കലയും കാലവും എന്ന് പറയുന്ന ലേഖനം. ഇവിടെ പാശ്ചാത്യ ലോകത്തിൻ്റെ സാംസ്കാരിക പ്രഭാവം എവിടെ നിന്നായിരുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, എന്താണോ എന്ന് പറഞ്ഞേ? ആൻസറായിട്ട് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത് റോമ, ഏതൻസ്, ഗ്രീസ്, മെസപ്പൊട്ടേമിയ. നമുക്കറിയാം നമ്മുടെ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ തുടക്കം എന്ന് പറയുന്നത് പാശ്ചാത്യ ലോകത്ത് നിന്നായിരുന്നു. പാശ്ചാത്യ ലോകത്തിലെ അല്ലേ ഗ്രീസിൽ നിന്നായിരുന്നു നമ്മുടെ ഈ സാഹിത്യത്തിൻ്റെയും പാശ്ചാത്യ സാഹിത്യത്തിൻ്റെയും ഒക്കെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് കടക്കാതെ തന്നെ ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ആൻസർ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് അല്ലേ? ഓപ്ഷൻസ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ അല്ലേ പാശ്ചാത്യ ലോകത്തിൻ്റെ പ്രഭാവം അല്ലെങ്കിൽ പ്രഭാവം എന്ന് പറയുമ്പോൾ അതിന് സംശയം വരാം, തുടക്കം എന്നാണ് അത് അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ പ്രവഹിക്കുക എന്നുള്ളൊക്കെ ഒരു അർത്ഥത്തിലാണ് പ്രഭാവം എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലെത്തി വായിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ പാശ്ചാത്യ ലോകത്തിൻ്റെ സാംസ്കാരിക പ്രഭാവം എവിടെ നിന്നായിരുന്നു എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വന്നിട്ടുള്ളത് ഗ്രീസ് ആണ് കേട്ടോ. ഗ്രീസ് ആണ് നമ്മുടെ ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസറായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ കുട്ടികളെ,
നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ പറയുന്നതിൽ അനുപ്രാസമുള്ള കടങ്കഥ ഏത്? താഴെ പറയുന്നതിൽ അനുപ്രാസമുള്ള കടങ്കഥ ഏത് എന്നാണ് നമ്മളുടെ അടുത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. നമ്മളുടെ അടുത്ത് കടങ്കഥയുടെ വ്യാകരണം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പഠിക്കാനുണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ കടങ്കഥ ഏത് എന്നുള്ള ചോദ്യം കാണുമ്പോഴേ നമുക്കറിയാം അല്ലേ. കടങ്കഥ ഏത് എന്ന് കാണുമ്പോഴേ നമുക്കറിയാമല്ലോ ഇത് കടങ്കഥയുടെ വ്യാകരണം എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന്. ഓക്കെ, ഒന്ന് പറഞ്ഞ് ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? മുറ്റത്തെ ചെപ്പിനടപ്പില്ല, അതായിരിക്കോ? കിക്കിലുക്കും കിലുകിലുക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. ഓപ്ഷൻ സി കട കത്തിച്ചു തല കുത്തിച്ചു. ഓപ്ഷൻ ഡി അപ്പത്തിൽ കൂടും അടയിൽ കൂടില്ല. എന്താണ് അനുപ്രാസം എന്ന് പറഞ്ഞാൽ? എന്താടോ ഒന്ന് ആലോചിച്ച് നോക്കേ. പ്രാസം എന്ന് പറഞ്ഞാൽ എന്താ? അതെ, ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നതിനെയാണ് നമ്മൾ പ്രാസം എന്ന് പറയാം. അനുപ്രാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വരിയിലെ രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ച് വരുന്നതിനെയാണ്, വ്യഞ്ജനാക്ഷരം ആവർത്തിച്ച് വരുന്നതിനെയാണ് നമ്മൾ അനുപ്രാസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ ഇതല്ല അല്ലേ, മുറ്റത്തെ ചെപ്പിനടപ്പില്ല എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ അപ്പത്തിൽ കൂടും അടയിൽ കൂടില്ല. ഇവിടെ അപ്പ, ഇവിടെ അട എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡിയും അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അടുത്ത് വന്നിട്ടുള്ളത് കിക്കിലുക്കും കിലുകിലുക്കും ഉത്തരത്തിൽ ചത്തിരിക്കും അല്ലേ. ഓരോ വരിയുടെയും രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരണം, അതാണല്ലോ അനുപ്രാസം എന്ന് പറയുന്നത്. വ്യഞ്ജനാക്ഷരങ്ങളുടെ ആവർത്തിച്ച് ആവർത്തിച്ച് വരണം. അപ്പോൾ ഇവിടെ കിക്കിലുക്കും കിലുകിലുക്കും ഇത് ആവർത്തിച്ച് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ കിലുകിലുക്കും കൂടാതെ ഇവിടെ ഉത്തരത്തിൽ ചത്തിരിക്കുമെന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. പിന്നെ എന്താണ്? കട കത്തിച്ചു അല്ലേ. കട കത്തിച്ചു, ഇവിടെ കുത്തിച്ചു, ഇവിടെ ആവർത്തിക്കുന്നത് കണ്ടല്ലോ. കുത്തി കത്തി, ഇവിടെ ആവർത്തിക്കുന്നത് കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് അനുപ്രാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ കിട്ടി, ആൻസർ കിട്ടി. എന്താണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ സി ആണ്. ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാനുള്ള സാധ്യത, ഇവിടെ കിലുക്കും കിക്കിലുക്കും കിലുക്കും ആ ഒരു ഇത് ആവർത്തിച്ച് വരുന്നുണ്ടല്ലോ, അതായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ വരും അല്ലേ. പക്ഷെ ഇതിൻ്റെ ബാക്കി നോക്കിയാൽ ഉത്തരത്തിൽ ചത്തിരിക്കും, ഇവിടെ വരുന്നില്ല. കൂടാതെ ഈ സെയിം സംഭവം അല്ലേ, അനുപ്രാസത്തെക്കുറിച്ച് നമ്മുടെ കടങ്കഥയുടെ വ്യാകരണം എന്ന് പറയുന്ന ഭാഗത്ത് പറയുമ്പോൾ പരാമർശിക്കുന്ന ഭാഗത്ത് ഇതേ ഓപ്ഷൻ കട കത്തിച്ചു തല കുത്തിച്ചു, ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ടെക്സ്റ്റിൽ അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിലുള്ള സെയിം സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്, ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് 1-2 തവണ വായിക്കുമ്പോഴേ നമുക്ക് കാര്യം കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ താഴെ പറയുന്നതിൽ അനുപ്രാസമുള്ള കടങ്കഥ ഏതെന്ന് ചോദിക്കുമ്പോൾ ഇതേ ആൻസർ അനുപ്രാസത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ കട കത്തിച്ചു തല കുത്തിച്ചു എന്നാണ് നമുക്ക് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കൊടുത്തിട്ടുള്ള ഒന്നാണ് തത്തക പിത്തകം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിത്തകം എന്ന് പറയുന്നത് അല്ലേ, ഇവിടെ തായും ഒരുപോലെ വരുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇവിടെ അതുപോലെയാണ് അനുപ്രാസത്തിന് നമുക്ക് 2 എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു യൂണിറ്റ് നിങ്ങൾ ഇതുപോലെ കടങ്കഥകളെ കുറിച്ചും എക്സാമ്പിൾസും ഒക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ അനുപ്രാസം തന്നെ ചോദിക്കണമെന്നില്ലല്ലോ നമുക്ക് അടുത്ത പ്രാവശ്യം. അപ്പോൾ കുറച്ച് സംഭവങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന കടങ്കഥകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് കൂടി എന്ത് ചെയ്യുക, എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സബർമതി ദൂരെയാണ് എന്ന നാടകത്തിലെ കഥാപാത്രം അല്ലാത്തത് ആര്? സബർമതി ദൂരെയാണ് എന്ന് പറയുന്ന എന്ന് പറയുന്ന നാടകം അല്ലേ. സബർമതി ദൂരെയാണ് എന്ന് പറയുന്നത് കഥയല്ല, ഒരു നാടക ആവിഷ്കാരമാണ്. ഒരു രംഗത്ത് നാടകം അവതരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്. നാടകത്തിൻ്റെ ആ ഒരു അവതരണം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായോ, ഇതിലെ ഏകദേശം ഗാന്ധിജി, തേവൻ, ശാന്തി, വേണു അല്ലേ, ഇവർ ഓരോരുത്തരെയും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഗാന്ധിജിയെയും കണ്ടിട്ടുണ്ട്, പിന്നെ തേവനെ കണ്ടിട്ടുണ്ട്, ശാന്തിയെ കണ്ടിട്ടുണ്ട്, വേണുവിനെ കണ്ടിട്ടുണ്ട്.
അല്ലേ? ഇതിൽ വേണു ആരാണ്? വേണു എന്ന കഥാപാത്രത്തിൽ നമുക്കറിയാം അല്ലേ, നമ്മുടെ സമരങ്ങളിൽ പങ്കെടുത്ത് ഗാന്ധിജി അല്ലേ ആ ഒരു ആദർശമൊക്കെ കൊണ്ട് നടക്കുന്ന സമരത്തിൽ പങ്കെടുത്ത് സ്വന്തം കാഴ്ച നഷ്ടപ്പെട്ട, കണ്ണുകൾ രണ്ടും നഷ്ടപ്പെട്ട ആളാണ് നമ്മുടെ വേണു എന്ന് പറയുന്ന കഥാപാത്രം അല്ലേ. അപ്പോൾ വേണുവിനെ നമുക്കറിയാം. ശാന്തി ആരാണ്? വേണുവിൻ്റെ സിസ്റ്ററാണ് ആര്? സഹോദരിയാണ് ശാന്തി. പിന്നെ തേവൻ ഇവരുടെ അല്ലെ അവരുടെ സഹായിയായിട്ടും അവരുടെ അച്ഛൻ്റെ കാലം മുതലേ അവരുടെ കൂടെ നിൽക്കുന്ന ആളാണ് ആര്? തേവൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ഗാന്ധിജി നമ്മുടെ നാടകത്തിലൊരു കഥാപാത്രമായിട്ട് വരുന്നില്ല, പക്ഷേ ഇവരുടെയൊക്കെ സംഭാഷണങ്ങളിലും ആ നാടകത്തിൻ്റെ ആ ഒരു ഒഴുക്ക് തന്നെ എന്താണ്? ഗാന്ധിജിയുടെ പരാമർശങ്ങളെക്കുറിച്ചാണ്, ഗാന്ധിജിയുടെ ജീവിത രീതികളെക്കുറിച്ചും അന്വേഷണങ്ങളെക്കുറിച്ചും ആ ഒരു സമര രീതികളെയൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ളതാണ് അല്ലേ. സബർമതി ദൂരെയാണ് എന്ന് പറയുന്ന ആ ഒരു നാടകം തന്നെ അല്ലേ. സബർമതി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, ശാന്തിയും സമാധാനവും ഒക്കെ പുലർത്തുന്ന ആ ഒരു നാട്, ആ ഒരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് ഈ സബർമതി ദൂരെയാണ് എന്ന് പറയുന്ന നാടകത്തിൽ പറയുന്നത്. അപ്പോൾ ആ ശാന്തിയും സമാധാനവും ഒക്കെ പുലർത്തുന്ന ഗാന്ധിജിയെ കുറിച്ചുകൂടി പരാമർശിക്കപ്പെടുന്ന ഒരു നാടകമാണ് നമ്മുടെ സബർമതി ദൂരെയാണ് എന്ന് പറയുന്ന നാടകം. അപ്പോൾ ഇതിലെ കഥാപാത്രം അല്ലാത്തത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഗാന്ധിജിയാണ് ഇതിലെ കഥാപാത്രം അല്ലാത്തത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 18ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ, ദേവേന്ദ്രൻ എന്തിനാണ് ഭൂമിയിൽ വന്നത്? അല്ലേ, ഇത് നമ്മൾ മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവേന്ദ്രൻ എന്തിനായിരുന്നു ഭൂമിയിൽ വന്നത്? അല്ലേ, ഭൂമിയിൽ മഴ പെയ്യിക്കാനായിട്ടാണോ വന്നത്? അല്ല, ഭൂമിയിൽ മരണം ഉണ്ടാക്കുന്നതിനാണോ വന്നത്? കാലൻ്റെ തപസ് മുടക്കുന്നതിനായിട്ടാണോ വന്നത്? അല്ല, ഭൂമിയിലെ മരണമില്ലാത്ത അവസ്ഥയ്ക്ക് പരിഹാരം തേടിയാണ് ദേവേന്ദ്രന് ഭൂമിയിൽ വന്നിട്ടുള്ളത് അല്ലേ. കാലമില്ലാത്ത കാലം എന്ന് പറയുന്ന യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്ത് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭൂമിയിൽ വന്നിട്ടുള്ളത് മരണമില്ലാത്ത അവസ്ഥയ്ക്ക് അല്ലേ. നമ്മുടെ കിങ്കരന്മാരൊക്കെ യാഗത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് മരണമില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അതിന് പരിഹാരം തേടിയിട്ടാണ് നമ്മുടെ ദേവേന്ദ്രന് ഭൂമിയിൽ വന്നിട്ടുള്ളത്. ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്ന് വായിക്കുക എല്ലാവരും. നമ്മുടെ പുരാണങ്ങളുമായും നാട്ടുപഴമകളുമായും ബന്ധപ്പെട്ട സമൂഹ മനസ്സിൽ ഉറച്ചുപോയ സങ്കല്പത്തിൻ്റെ പേരെന്ത്? ഇത് വായിക്കുമ്പോഴേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ. നമ്മുടെ നാട്ടുപുരാണങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന നമ്മുടെ നാട്ടുപഴമകളൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് മിത്താണ് എന്ന് പറയുന്നൊരു കാര്യം അല്ലേ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ മിത്ത്, ഓപ്ഷൻ ബി ആചാരം, ഓപ്ഷൻ സി അനുഷ്ഠാനം, വിശ്വാസം അല്ലേ. ഇത് നമ്മുടെ വിശ്വാസം, അനുഷ്ഠാനം, ആചാരം ഇതൊന്നും ഒരിക്കലും ഇതിൻ്റെ ആൻസറായിട്ട് വരില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് 20ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? മിത്ത് എന്ന് പറയുന്നത് പുരാണങ്ങളുമായും നാട്ടുപഴമകളുമായിട്ടൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്താഗതിക്കാണ് മിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവരും വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.